യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് മൈനസും ബാക്കി രണ്ട് ഇൻഡെക്സും ജസ്റ്റ് പ്ലസിലുമായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇതിന് മാർക്കറ്റിലെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് പ്രസിഡന്റുമായിട്ട് യുഎസ് പ്രസിഡന്റ് ചർച്ച നടത്തും എന്നുള്ള രീതിയിൽ വൈറ്റ് ഹൗസ് അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൈനീസ് പ്രസിഡന്റുമായിട്ട് നെഗോസിയേഷൻ അല്പം ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു കമന്റും വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്തത്. അതിനുശേഷം വന്ന ചില നെഗറ്റീവ് ന്യൂസുകളാണ് ആ പോസിറ്റിവിറ്റി മുഴുവൻ നഷ്ടപ്പെടുത്തിയത്. യു എസിലെ ഒരു പ്രൈവറ്റ് പേറോൾ ഡേറ്റയുണ്ട്. അത് പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന ഡേറ്റയാണ്. ഈ ഡേറ്റ പുറത്തു വന്നേക്കുന്നത് അവിടെ ജോബ് അഡീഷൻ വളരെ കുറവായിട്ടാണ്, സ്ലോയിലാണ് വളരുന്നത് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതുപോലെ യു എസ് ബഡ്ജറ്റ് ഓഫീസ് ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ ബില്ല്, അതായത് ബിഗ് ബില്ല് വന്നു കഴിഞ്ഞാൽ അത് യു എസിന്റെ ഡെഫിസിറ്റ് കടം കൂട്ടുമെന്നും ഇത് ഹെൽത്ത് കെയർ പോലുള്ള സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് തടസ്സമാകും എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റ് നെഗറ്റീവാണ്. അതുപോലെ യു എസ് PMI ഡേറ്റ വന്നത് നെഗറ്റീവായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും വന്ന നെഗറ്റീവ് ന്യൂസുകൾ. അപ്പോൾ ഇതേ തുടർന്ന് അതിന്റെ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് 3 ദിവസത്തെ ലോസ് ആയിട്ടുള്ള ക്ലോസിംഗിന് ശേഷം പോസിറ്റീവായിട്ടാണ്. ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സ് ആയത് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിയാലിറ്റി ഓഹരികളുള്ള ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. റെയിൽവേ ഇന്നലെ മികച്ച കുതിപ്പ് നടത്തിയിട്ടുണ്ട് മിക്ക ഓഹരികളും. ഇത് റെയിൽവേ കമ്പനികളിലേക്ക് കൂടുതൽ ഫണ്ട് വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ അനിൽ അംബാനിയുടെ ഗ്രൂപ്പ് കമ്പനികളെ പാപ്പർ നടപടികളിൽ നിന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇതിനെ മൂവ്മെന്റും ആ സ്റ്റോക്കുകളിൽ കാണാവുന്നതാണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ചൈനീസ് PMI ആണ്. ഓൾറെഡി വന്നു ആ ഡേറ്റ, വളരെ പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനുണ്ട്. റേറ്റ് കട്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 0.25 ബേസിസ് കട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ യുഎസിലെ ജോബ് ഡേറ്റയും ഇന്ന് വരാനുണ്ട്. ഇനി പ്രധാനപ്പെട്ട ന്യൂസുകൾ REC 1.55 lakh crore NCD വഴി സമാഹരിക്കുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ജനറൽ ഇലക്ട്രിക്കുമായിട്ട് ഈ ജെറ്റ് എഞ്ചിന് വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. പവർ ഗ്രിഡ് പുതിയൊരു കമ്പനിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ഗ്ലാഡ് ഫാർമയ്ക്ക് ഫ്രാൻസ് റെഗുലേറ്ററിയിൽ നിന്ന് ഒരു 11ഓളം ഒബ്സർവേഷൻ ലഭിച്ചിട്ടുണ്ട്. ഹൊണാസ ഒരു അമാൽഗമേഷന് NCLT നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സെൻസാര ടെക്നോളജീസിന് ഡിഫൻസ് റിലേറ്റഡ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ന്യൂസ്. ഇനി ഇന്ത്യ ട്രംപിന്റെ താരിഫിനെതിരെ, അതായത് WTOയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ സെക്ടർ അതുപോലെ അലുമിനിയത്തിന് തീരുവ ചുമത്തുന്നതിനെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. US ഇത് തള്ളിയിട്ടുണ്ട്. പക്ഷെ ഇതിന് പകരം ഇനി ഇന്ത്യ തീരുവ ചുമത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി പ്രധാനമായിട്ട് വരാനുള്ള നാളത്തെ RBIയുടെ പോളിസി ഡിസിഷനാണ്. ഇത് എല്ലാവരും 0.25% കട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്ന പോസിറ്റീവിലാണ്. ഏഷ്യൻ യൂണികളെല്ലാം മിക്സഡ് ആയിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടൊരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു. താങ്ക് യു.